ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. പവർ ടീം ഒരു മീറ്റിംഗ് വിളിച്ചുകൂടി. അതില് നോറ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് ഒരു പട്ടിഷോ ഇറക്കുന്നുണ്ട്. ജിൻഡോ ഉറങ്ങിയ ആ ഒരു വിഷയം എടുത്തിട്ടാണ് നോറ ഈ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പൊ ജിൻഡോ പറയുന്നു, ഞാൻ ദേവസക്കുട്ടിയുടെയും സിസിലിയുടെയും മോനാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് ചെയ്യില്ല എന്ന്. അതിൽ പിടിച്ചു കയറി ഗബ്രി വരുന്നുണ്ട്. ഇയാളുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ തല കുണിച്ച് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇയാളെ പവർ ടീമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഇയാൾ പറയുന്ന പണിഷ്മെന്റ് ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഇതിൽ പിടിച്ചു കയറി ജാസ്മിനും അപ്സരയും ഒക്കെ വരുന്നുണ്ട്. ജിൻഡോ കാണിച്ചത് ധാർഷ്ട്യമാണ്, ജിൻഡോ പറഞ്ഞത് ധാർഷ്ട്യമാണ് എന്നൊക്കെ പറഞ്ഞു. ജിൻഡോ ഉറങ്ങിയ വിഷയത്തില് ലക്ഷറി പോയിന്റ് കട്ടായതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കലിപ്പാവാൻ കാരണം. ഈ സീസണിൽ പവർ ടീം ഉള്ളത് കൊണ്ടായിരുന്നു ഈ ലക്ഷറി ബഡ്ജറ്റ് കട്ട് ചെയ്യുന്ന പരിപാടി നിർത്തിയത്. കഴിഞ്ഞ സീസൺ വരെ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവരാരും മനസ്സിലാക്കാതെ പോയ ഒരു കാര്യം ഞാൻ പറയാം. ആദ്യത്തെ പവർ ടീമാണ് ഉറങ്ങിയാൽ പണിഷ്മെന്റ് കൊടുക്കണം എന്നൊരു റൂളുമായിട്ട് വന്നത്. ഗബ്രി അടങ്ങുന്ന ആദ്യത്തെ പവർ ടീം. ജിൻഡോയുടെ നേതൃത്വത്തിൽ ഇവരാരും ഇങ്ങനെ ഒരു റൂള് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ പോയി അത് കറക്റ്റ് ചെയ്യുക. അതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ രണ്ടാമത്, ജിൻഡോ ഉറങ്ങിയത് അത് ബിഗ് ബോസിന്റെ നിയമങ്ങൾക്കെതിരെ തന്നെയാണ്. അത് ലാലേട്ടനും വന്ന് പറഞ്ഞു. പിന്നെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉറങ്ങി എന്ന് ലാലേട്ടൻ വന്ന് തെളിയിച്ചാൽ ഞാൻ ഒരാഴ്ച പണിഷ്മെന്റ് ചെയ്യുമെന്ന്. ഇപ്പൊ ജിൻഡോ അത് മാറ്റി പറയുന്നുണ്ട്. ഞാൻ ഇന്ന ആളുടെ മോനാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് ചെയ്യില്ല എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. അതാണ് ജിൻഡോയുടെ സ്റ്റാൻഡ്. ജിൻഡോയുടെ ഡബിൾ സ്റ്റാൻഡ് ഇവിടെ പൊളിയുകയാണ്. ഇരട്ടത്താപ്പ് പൊളിഞ്ഞിരിക്കുകയാണ്. ഇനി ജിൻഡോയ്ക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്താണെന്നും കൂടി പറയാം. ചെയ്ത് തെറ്റ് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു. ഇതും പറഞ്ഞ് ആരും ഇപ്പൊ വാ തുറക്കുക പോലും ഇല്ലായിരുന്നു ജിൻഡോ ആ ഒരു മിസ്റ്റേക്ക് അംഗീകരിച്ചിരുന്നുവെങ്കിൽ. പക്ഷെ അവരെയും ഭീഷണിപ്പെടുത്തി അങ്ങനെ ഒരു പരിപാടി ജിൻഡോ അവിടെ കാണിച്ചതാണ് ഒരു വലിയ മണ്ടത്തരമായി പോയത്. ഒരു തെറ്റിനെ മൂടി വെച്ച് അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ച് കുറെ ദിവസങ്ങൾക്ക് ശേഷം സോറി പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അതിന്റെ കോൺസിക്വൻസസ് പ്രത്യേകിച്ച് എല്ലാവരും കൂടി അനുഭവിക്കുന്ന ഒരു സ്ഥിതിയില്ല. ജിൻഡോ സോറി പറയാൻ നല്ല ലേറ്റ് ആയി പോയി. അത് പോട്ടേന്ന് കഴിഞ്ഞ കാര്യമാണ്. ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വരെ പുള്ളിക്ക് കിട്ടിയതാണ് ഇതിന്റെ പേരിൽ. എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചത്തെ പോലെ തന്നെ ജിൻഡോ ഓറിയന്റഡ് ആയിട്ടാണ് ഗെയിം മൊത്തം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ജിൻഡോയെ ചുറ്റിപ്പറ്റിയാണ് എല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജിൻഡോയ്ക്ക് മൈലേജ് കൊടുക്കാൻ കുറെ പൊട്ടന്മാരും ഉണ്ട്, ലൈക്ക് നോറ, ഗബ്രി ഒക്കെ. ഇവർക്ക് ആർക്കും സ്വന്തമായിട്ടൊരു ഗെയിം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജിൻഡോയുടെ മണ്ടയ്ക്ക് കയറുന്നത് എന്നും അറിയില്ല. എന്തായാലും ടാർഗറ്റ് ചെയ്ത് പുള്ളിയെ രാജാവാക്കാൻ ഇവര് അഘോരാർത്ഥം പണിയെടുക്കുന്നുണ്ട്. ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.